الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره സ്നേഹമുള്ള വിശ്വാസിനികൾ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും അനേകായിരം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ റമദാൻ പരലോകത്ത് നമുക്ക് അനുകൂലമാകാൻ പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹത്താൽ അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും നോമ്പുകാരാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് നോമ്പുകാരായത്? ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുൻപ് വരെ നമ്മുടെ വീട്ടിൽ നമുക്ക് ലഭ്യമായിരുന്ന ഭക്ഷണപാനീയങ്ങൾ ലഭിക്കാത്തത് കൊണ്ടോ, നമ്മുടെ ഇണ നമ്മുടെ കൂടെ ഇല്ലാത്തത് കൊണ്ടോ അല്ല നമ്മൾ അതിനെയെല്ലാം മാറ്റിവെച്ച് പകൽ നോമ്പുകാരായത്. എന്തുകൊണ്ട് നോമ്പുകാരായി എന്ന് ചോദിച്ചാൽ, വിശുദ്ധ റമദാനായാൽ നിങ്ങൾ നോമ്പെടുക്കണമെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയും
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് ഖുർആനും സുന്നത്തും നമ്മളോട് കൽപ്പിച്ച കാര്യമാണ് റമദാനിൽ നോമ്പെടുക്കത് എന്നതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നാം നോമ്പെടുക്കാൻ തീരുമാനിച്ചത്. അതാകട്ടെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ്, അതുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കണമെന്നും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ വിശുദ്ധ റമദാനിൽ നമ്മൾ നോമ്പെടുത്താൽ നമുക്ക് ലഭിക്കുന്ന പുണ്യങ്ങൾ, നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആനിന്റെ കൽപ്പന പാലിച്ച് നാം നോമ്പുകാരായി നിലകൊള്ളുമ്പോൾ ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് അതുമായി ബന്ധിപ്പിച്ചു വരേണ്ടതുണ്ട്. ഖുർആൻ നമ്മളോട് കൽപ്പിച്ചു എന്നതുകൊണ്ട് നമ്മൾ നോമ്പെടുക്കുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നതുകൊണ്ട് അന്നപാനീയങ്ങൾ മാറ്റിവെച്ച് പരലോകത്തെ പ്രതിഫലത്തെ നമ്മൾ കൊതിക്കുമ്പോൾ, പ്രിയപ്പെട്ട വിശ്വാസികളെ, ഖുർആനും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വേറെയും ചില കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാനും പാലിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇപ്പൊ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു കാര്യം തെറ്റാവുകയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഈ ചൂടുള്ള സമയത്തും നോമ്പെടുക്കാൻ തീരുമാനിച്ചത്. ആ ഖുർആൻ നമ്മളോട് പറഞ്ഞ മറ്റൊരു കാര്യമാണ് വിശുദ്ധ ഖുർആനിന്റെ 19-ാം അധ്യായം സൂറത്ത് മറിയമിന്റെ 95-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വകുല്ലുഹും ആതീനി യൗമൽ ഖിയാമത്തി ഫർദാ, എല്ലാവരും നാളെ പരലോകത്ത് ഒറ്റക്കാണ് കടന്നു വരിക. സഹായിക്കാൻ ഭാര്യയോ മക്കളോ മാതാപിതാക്കളോ കൂട്ടോ കുടുംബമോ സുഹൃത്തുക്കളോ ഇല്ലാതെ ഓരോരുത്തരും സ്വന്തം കാര്യം മാത്രമായി ഏകാഗിയായി പരലോകത്ത് കടന്നു വരുമെന്ന് ഇതേ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതാണ്. വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് സൂറത്തുൽ സൽസലയിൽ നമ്മെ പഠിപ്പിച്ച കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും മനഃപ്പാഠമുള്ളതാണ്. فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ഒരു അണുത്തൂക്കം നന്മയാണോ ചെയ്തത്, ആ നന്മയും ഒരു അണുവളവ് തിന്മയാണോ ചെയ്തത്, ആ തിന്മയും പരലോകത്ത് കാണുക തന്നെ ചെയ്യും. അപ്പൊ പരലോകത്ത് നമ്മൾ ഒറ്റക്ക് വരികയും നമ്മൾ ചെയ്ത ചെറുതും വലുതുമായ നന്മ തിന്മകളെ ആ പരലോകത്ത് കാണാൻ കഴിയുകയും ചെയ്യും. അതവിടെ ഉണ്ടാകുമെന്ന് നോമ്പെടുക്കാൻ പറഞ്ഞ അതേ ഖുർആനാണ് വിശ്വാസികളെ നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. എങ്ങനെയായിരിക്കും ആ പരലോകത്ത് നമ്മൾ കടന്നു വരിക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, യാ റസൂലല്ലാഹ് ഖദ് ശിബ്ത, നബി നിങ്ങൾ നരച്ചു പോയല്ലോ, തലമുടിയൊക്കെ നരച്ചിട്ടുണ്ടല്ലോ. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ശയ്യബ്തനി ഹൂദുൻ വൽ വാഖിഅ വൽ മുർസലാത്ത് വഅമ്മ യതസാഅലൂൻ വഇദ ശംസു കുവിറത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അബൂബക്കർ എനിക്ക് നരബാധിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് നരബാധിച്ചത് ഹൂദ്, സൂറത്ത് ഹൂദിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണ്. വൽ വാഖിഅ, സൂറത്തുൽ വാഖിഅ, വൽ മുർസലാത്ത്, സൂറത്തുൽ മുർസലാത്ത്, വഅമ്മ യതസാഅലൂൻ, സൂറത്തുൽ നബ, വഇദ ശംസു കുവിറത്, ഈ സൂറത്തുകളെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് എനിക്ക് നര വന്നു പോയത്. എന്താ സഹോദരങ്ങളെ ഈ സൂറത്തിലുള്ളത്? സൂറത്ത് ഹൂദിൽ നബിമാരെ കടന്നു വന്ന സമൂഹത്തിൽ ആളുകൾ നബിമാര് പറഞ്ഞത് അനുസരിക്കാതെ ജീവിച്ചപ്പോ അവരെ അല്ലാഹു ശിക്ഷിച്ചതാണ് സൂറത്ത് ഹൂദിൽ പ്രധാനമായും പറയുന്നത്. സൂറത്തുൽ വാഖിഅയും മുർസലാത്തും അമ്മ യതസാഅലൂനും ഇദ ശംസു കുവിറത്തും ഒക്കെ പഠിപ്പിച്ചത് വരാനുള്ള പരലോകത്തിന്റെ അവസ്ഥയാണ്, അന്ത്യനാളിനെ കുറിച്ചാണ്, പരലോകത്ത് മനുഷ്യന്റെ അവസ്ഥകളെ കുറിച്ചാണ്, അവിടെയുള്ള രക്ഷാശിക്ഷകളെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് ചിന്തിച്ച് എനിക്ക് നരബാധിച്ചു പോയി എന്ന് പുണ്യങ്ങൾ മാത്രം ജീവിതത്തിൽ ചെയ്ത തെറ്റുകളെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നരബാധിച്ചുവെങ്കിൽ ആ പരലോകത്ത് ഞാനും നിങ്ങളും ഒറ്റക്ക് കടന്നു വരും നമ്മുടെ കർമ്മങ്ങളുമായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുക. സഹോദരങ്ങളെ, എന്തെല്ലാം തിന്മകൾ ഉണ്ടാകും നാളെ പരലോകത്ത് നമ്മുടെ കൂടെ വരാൻ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ.
വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അടുത്തു പോകരുത് എന്ന് പറഞ്ഞ രണ്ട് തിന്മയുണ്ട്. അടുക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ഒന്ന് സൂറത്തുൽ ഇസ്രാഇന്റെ 32 അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഖറബുസ് സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. വലാ തഖറബുസ് സിനാ, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത്. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ, അത് ഏറ്റവും വൃത്തികേടും മോശമായ മാർഗവുമാണ് എന്ന് അല്ലാഹു നമ്മെ പഠിപ്പിക്കാൻ. സംഭവിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കണം. ഒരാണും പെണ്ണും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക മാത്രമല്ല വ്യഭിചാരം, അടുക്കരുത് എന്നാ പറഞ്ഞത്. നമുക്കൊക്കെയുള്ള സെൽഫോൺ നാം ഏറ്റവും കൂടുതൽ കണ്ടതെന്ത്? ഈ റമദാനിന്റെ ഈ പുണ്യം നിറഞ്ഞ പകലിൽ നമ്മൾ ജീവിക്കുമ്പോൾ സഹോദരങ്ങളെ ചിന്തിക്കൂ. കടുകുമണിയോളം ചെയ്ത തിന്മ കടന്നു വരുന്ന പരലോകത്ത് അതിന്റെ ഭയാനകതയെ കുറിച്ച് ചിന്തിച്ച് നമ്മളൊക്കെ രാത്രി നിസ്കരിക്കുന്നു. നമുക്ക് രാത്രി നമസ്കാരം സുന്നത്താണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രാത്രി നമസ്കാരം നിർബന്ധമായിരുന്നു. ഒരു രാവ് പോലും ഒഴിവാക്കാതെ രാവ് നമസ്കരിച്ച ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരലോകത്തെ കുറിച്ചുള്ള ചിന്ത നിരവാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കടന്നു വരുന്ന പരലോകത്ത് ഈ തിന്മയുടെ പേരിൽ നമ്മൾ എവിടെയായിരിക്കും? നമ്മളുടെ മൊബൈലുകളിൽ നാം ഏറ്റവും കൂടുതൽ കണ്ടതെന്ന്? ചെറുപ്പക്കാരെ, ഏറെ സന്തോഷം. ജുമുഅക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് പള്ളിയിലെത്താൻ ഇന്ന് നമുക്ക് മനസ്സുണ്ടായി. മനസ്സ് മാറിയിരിക്കുന്നു. ഈ മാറിയ മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കൂ. കഴിഞ്ഞ രാപ്പകലുകൾ, നമ്മളുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങൾ, ഇരുളിന്റെ മറവിൽ, രാവിന്റെ മറവിൽ, പുതപ്പിന്റെ മറവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ മൊബൈലുകൾ സാക്ഷ്യം വഹിച്ചത് എന്തിനാണ്? ഈ തിന്മ പരലോകത്ത് കടന്നു വരുമ്പോ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ? സ്വന്തം കുടുംബത്തിന്, സ്വന്തം ഇണക്ക് കണ്ണീര് മാത്രം സമ്മാനിച്ച് നാം ചാറ്റ് ചെയ്തത് ആരോട്? നമ്മളിപ്പോഴും സ്വകാര്യമായി കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകുന്ന ബന്ധങ്ങൾ ഇത്തരം തിന്മകളിലേക്ക് നമ്മെ വഴിവെച്ചു കൊണ്ടുപോകുന്ന ബന്ധങ്ങളാണോ? നമ്മൾ ആലോചിച്ചു നോക്കണം. ആണും പെണ്ണും കൂടിക്കലരുന്ന വിഷയത്തിൽ ഇസ്ലാം പഠിപ്പിച്ച നിയന്ത്രണങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള ബന്ധങ്ങളാണോ നമുക്കുള്ളത്? പ്രിയപ്പെട്ട യുവാക്കളെ, ചെറുപ്പക്കാരെ, നമ്മൾ ചിന്തിക്കണം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഒരു വിശ്വാസിക്ക് സ്വന്തം ഇണയോടൊപ്പമല്ലാത്ത ഒരു ലൈംഗികമായ ആഗ്രഹങ്ങളും സ്വന്തം ശരീരം കൊണ്ട് സ്വന്തമായി സ്വകാര്യമായി നിർവഹിക്കാൻ പോലും അവകാശമില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോ നമ്മളുടെ ബാത്റൂമിന്റെ അകത്തെ രാപ്പകലുകൾ ചിന്തിച്ചു നോക്കണം സഹോദരങ്ങളെ. കടന്നു വരും പരലോകത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചിന്തിച്ചു നിലവാദിച്ചു പോയ ആ പരലോകത്ത് കടന്നു വരും ഈ തിന്മ. അതുകൊണ്ട് ഈ രാപ്പകലുകൾ ഖുർആൻ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ മാറിയതെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കൊണ്ടാണ് അന്നപാനീയങ്ങൾ മാറ്റിവെച്ചതെങ്കിൽ, തീരുമാനിക്കുക നമ്മൾ ആ തിന്മ ഞാൻ മാറ്റിവെക്കുമെന്ന്. മറ്റൊന്ന്, അടുത്തു പോകരുത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച കാര്യം, വലാ തഖറബൂ മാലൽ യതീം ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ. വലാ തഖറബൂ മാലൽ യതീം, യതീമിന്റെ സമ്പത്തിനോട് നിങ്ങൾ അടുത്തു പോകരുത്. ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല മാർഗത്തിലല്ലാതെ. സാമ്പത്തിക രംഗത്തെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത്. എത്ര സൂക്ഷ്മത നമ്മളുടെ സമ്പത്തിന്റെ കാര്യത്തിൽ ഉണ്ട് എന്ന്. അടുത്തൂക്കം, ഒരു ഉറുമ്പിന്റെ കാലടിയോളം വലുപ്പം, ഒരു കടുകുമണിയെയും പിളർത്തിയാൽ നമുക്ക് എത്ര നിസ്സാരമായിരിക്കും അത്. അത്ര ചെറിയൊരു തെറ്റുപോലും കടന്നു വരുന്ന പരലോകത്ത് നമ്മളുടെ സാമ്പത്തിക സ്ഥിതി എന്തായിരിക്കും? പരലോകത്ത് അനുകൂലമായിരിക്കുമോ പ്രതികൂലമായിരിക്കുമോ എന്ന് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഇരിക്കുന്ന രക്ഷിതാക്കൾ, മുതിർന്നവർ, ഉത്തരവാദിത്തമുള്ളവർ ആലോചിച്ചു നോക്കൂ. ജ്യേഷ്ഠന് കൊടുക്കാനുള്ള ഒരു പിടിമണ്ണെങ്കിലും കൊടുക്കാൻ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ടോ? ഈ പുണ്യദിനങ്ങളിൽ ചിന്തിക്കൂ സഹോദരങ്ങളെ. നമ്മളുടെ സാമ്പത്തിക രംഗത്ത് നമുക്ക് സൂക്ഷ്മത പാലിക്കാനായോ? അല്ലാഹു കൽപ്പിച്ചു എന്ന് ബോധ്യമുള്ളത് കൊണ്ട് നോമ്പെടുത്ത വിശ്വാസികളെ, സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മത കൈവരിക്കാൻ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കാറുണ്ടോ? നമ്മൾ ആലോചിക്കുക. തിന്മകൾ നാളെ പരലോകത്ത് കടന്നു വരുമ്പോ എത്രത്തോളം ശത്രുവിന്റെ വെട്ടേറ്റ്, ശത്രുവിന്റെ ആക്രമണമേറ്റ് ആദ്യ രക്തക്കണിക
ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് ഷഹീദിന് സകലമല്ല പുറത്തു കൊടുക്കുമെന്ന്. ഏതാ ബാക്കി നിൽക്കുക? സാമ്പത്തിക ഇടപാട് മാത്രമാണ്. എത്ര കടകളിൽ നാളെ തരാമെന്ന് പറഞ്ഞു പോന്നിട്ട് കൊടുക്കാൻ ബാക്കിയുണ്ട് 10ഉം 20ഉം 5ഉം 8ഉം ഒക്കെ ആയിട്ട്. ഷഹീദിന് പോലും മാറ്റപ്പെടുകയില്ല, വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയുമ്പോ അടുത്തൂക്കം തിന്മയും കടന്നു വരുന്ന പരലോകത്ത് നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ സ്വർഗമാണോ നരകമാണോ നമുക്ക് സമ്മാനിക്കുക എന്ന് ചിന്തിക്കണം സഹോദരങ്ങളെ. മറ്റൊരു തിന്മ ഇന്ന് സമൂഹം ഏറെ വ്യാപൃതരായി കൊണ്ടിരിക്കുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എന്തേ ഇന്നത്തെ സുബഹ് മുതൽ ഒരിറക്ക് വെള്ളം കുടിക്കാത്തത് എന്തുകൊണ്ട്? വെള്ളമില്ലാത്തത് കൊണ്ടാണോ? അല്ലല്ലോ. അല്ലാഹ് പറഞ്ഞു, റസൂൽ പറഞ്ഞു. എങ്കിൽ ആ പ്രവാചകൻ നമ്മളോട് പറഞ്ഞതല്ലേ, കുല്ലു മുസ്കിരിൻ ഹറാം, കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്നതെല്ലാം നിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്ന് ഇതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ നമ്മളോട് പറഞ്ഞത്? പുകയായി, പൊടിയായി, പാനീയമായി, മരുന്നായി, കുടിച്ചും കഴിച്ചും ചവച്ചു തുപ്പിയും ഒരു ലഹരി പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാനോ സഹോദരങ്ങളെ നമുക്ക്? ആ തിന്മയിൽ നിന്ന് ഞാൻ വിട്ടുനിന്ന് എന്ന് പറയാൻ നമുക്ക് സാധിക്കും? ഇങ്ങനെ തിന്മകൾ പരലോകത്ത് കടന്നു വരുമ്പോ അവിടെ ഞാൻ ഒറ്റക്കായിരിക്കും. അവിടെ അണുവളവ് തിന്മ പോലും എനിക്കെതിരായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന ഖുർആനിന്റെ തത്വങ്ങളെ കൂടി ഖുർആൻ ഇറങ്ങിയ ഈ മാസത്തിൽ നെഞ്ചേറ്റാൻ വിശ്വാസികളെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. തിന്മകൾ പരലോകത്ത് വലിയ പ്രയാസം ഉണ്ടാക്കും. പരലോകത്ത് മാത്രല്ല, ഇഹലോകത്തും പ്രയാസം. ഇഹലോകത്തും തിന്മ നമ്മെ പ്രയാസപ്പെടുത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അവർ ചെയ്തത് നിമിത്തം മനസ്സുകൾക്ക് കറ പിടിച്ചു പോയിട്ടുണ്ട്. എന്താ സഹോദരങ്ങളെ സന്തോഷിക്കാൻ കഴിയാത്തത്? എന്താ സന്തോഷിക്കാൻ കഴിയാത്തത്? ഇബ്രാഹിം ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു വാദരോഗത്തിന് സമാനമായ അനങ്ങാൻ കഴിയാത്ത രോഗത്തിനാണ് പതിറ്റാണ്ടുകൾ അദ്ദേഹം അടിമപ്പെട്ടത്. കിടക്കുന്നിടത്ത് ഒരു ദ്വാരമുണ്ടാക്കി മലമൂത്ര വിസർജനം ചെയ്ത ഇബ്രാഹിം ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു സഹാബത്ത് കയറി വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്ത സ്വഹാബിയുടെ കിടപ്പ് കണ്ടിട്ട് അവർ കരഞ്ഞുപോയി. തിരിച്ചു ചോദിച്ചത് എന്താണെന്നറിയോ? അല്ലാഹ് എനിക്ക് തെരഞ്ഞെടുത്തു തന്ന ഒരു കാര്യത്തിൽ ഞാൻ സന്തോഷിക്കുമ്പോ നിങ്ങൾ എന്തിനാണ് സഹോദരങ്ങളെ കരയുന്നത് എന്ന്. അനങ്ങാൻ കഴിയാത്ത രോഗത്തിലും സന്തോഷിക്കാനാവുന്നത് എന്തുകൊണ്ട്? മനസ്സ് കറ പിടിക്കാത്തത് കൊണ്ട്. എന്തൊക്കെ കറകളുണ്ട് സഹോദരങ്ങളെ അകത്ത്. ഒളിപ്പിച്ച് തേച്ചു മിനുക്കി കൊണ്ട് നടക്കുന്ന ഈ ശരീരത്തിന്റെ അകത്ത മനസ്സിൽ എന്തെല്ലാം കറകളുണ്ട്. എന്തേ സന്തോഷിക്കാനാകാത്തത്? എന്തേ ഇണയോടൊത്തുള്ള കുടുംബ ജീവിതത്തിൽ നമുക്ക് ആസ്വാദനം കിട്ടാത്തത്? എന്തേ മക്കളെ കാണുമ്പോൾ ആനന്ദം തോന്നാത്തത്? എന്താ ഒന്ന് പുഞ്ചിരിക്കാനാവാത്തത്? എന്താ നമ്മൾ ഈ മനസ്സടങ്ങാറായി നടക്കുന്നത്? അല്ലാഹ് പറയാ, ചെയ്തതു നിമിത്തം മനസ്സകങ്ങൾക്ക് കറ പിടിച്ചിട്ടുണ്ട്. എന്താ തിന്മ? വളരെ നിസ്സാരമാണ്. തിന്മ എന്താണ് കണ്ടെത്തൽ? വളരെ നിസ്സാര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽഇസ്മു മഹക ഫീ സദരിക വകരിഹത അയത്തലി അലൈഹി നാസ്. രണ്ട് കാര്യമുണ്ടോ? മനസ്സിനെ ഇടങ്ങേറാക്കുന്ന ഒരു കാര്യം, നാലാള് അറിയരുത് എന്ന് വിചാരിക്കുന്ന കാര്യം, അതാണ് തിന്മയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. മനസ്സിന്റെ സന്തോഷം കെട്ടുപോകും. രണ്ടാമത്തെ എന്താ അറിയോ? ജീവിതത്തിൽ ഒരു കുടിസത ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദംകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. പടച്ചോന്റെ ദീനിൽ നിന്ന് തെറ്റിപ്പോയ മനുഷ്യരില്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം ഇഹലോക ജീവിതം കുടുസായിരിക്കും. ലക്ഷങ്ങൾ വരുമാനം കിട്ടിയിട്ട് കാര്യമല്ല, ആസ്വദിക്കാൻ പറ്റണം സഹോദരങ്ങളെ. എന്താ പറ്റാത്തത്? എവിടെ നമ്മളുടെ സമ്പത്തിന്റെ ബറക്കത്ത് നഷ്ടമായത്? നമുക്കൊരുപാട് ബിസിനസ് ഉണ്ട്, എന്താ ഒഴിഞ്ഞിരിക്കാൻ, ഒന്ന് ഒതുങ്ങി നിൽക്കാൻ സമയം കിട്ടാത്ത വിധം ഓടിയിട്ടും എന്തേ വിജയിക്കാനാവാത്തത്? അല്ലാഹ് പറയാണ്, അവനെ കുടുസായ ഒരു ജീവിതം അവന് നാം കൊടുക്കും. അതെവിടെ? ഇഹലോകത്താണ്. കാരണം എന്താ? ആയത്തിന്റെ ബാക്കിയിൽ അല്ലാഹ് പറഞ്ഞത്, പരലോകത്ത് അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ അവൻ അന്ധനായിരിക്കും. തിന്മകൾ വല്ലാതെ നമ്മളെ പ്രയാസപ്പെടുത്തും.
മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, വഇന്ന ലിസയ്യിഅതി സവാദുൻ ഫിൽ വജ്ഹ് വദുൽമതുൻ ഫിൽ ഖൽബ് വവഹനൻ ഫിൽ ബദൻ. തിന്മകൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുഖം കറുപ്പിച്ചു കളയും, അവന്റെ ഹൃദയത്തിന്റെ പ്രകാശം നഷ്ടപ്പെട്ട് ഇരുട്ടാകും. വവഹനൻ ഫിൽ ബദൻ, ശരീരത്തിനെ പോലും അവൻ തിന്മകൾ തളർത്തിക്കളയും. വനഖസം ഫിൽ റിസ്ഖി, ഉപജീവനത്തിൽ കുറവ് വരും. വബഗ്ദതുൻ ഫിൽ ഖുലൂബിൽ ഖൽഖി, മറ്റുള്ളവരുടെ മനസ്സിൽ പോലും വെറുപ്പുണ്ടാകും നമ്മളോട്. തിന്മയുടെ അനന്തരഫലമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മാറാനുള്ള അവസരം അല്ലാഹു തന്നത്. ഖുർആൻ പറഞ്ഞതുകൊണ്ട് നോമ്പെടുത്തവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കു കേട്ടിട്ട് ഈ പകലിന്റെ അന്നപാനീയങ്ങൾ മാറ്റിവെച്ചവരെ, വിശ്വാസികളെ, നമ്മൾ എന്താ പ്രഖ്യാപിച്ചത്? രാവിൽ നമുക്ക് അനുവദിക്കപ്പെട്ട അന്നവും വെള്ളവും പെണ്ണും ആണും ഇണയും പകലെനിക്ക് മാറ്റിവെക്കാനാകുമെന്ന് ജീവിതം കൊണ്ട് നാം പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ, അല്ലാഹു പറഞ്ഞിട്ടല്ലേ അത് മറ്റൊരു പ്രഖ്യാപനമാകണം. പരലോകമോർത്ത് എന്റെ കൂടെയുള്ള ഇണയെ പകലിൽ മറക്കാൻ എനിക്ക് പറ്റുന്നു ശാരീരിക ആവശ്യങ്ങൾക്ക് എങ്കിൽ, അല്ലാഹു അനുവദിക്കാത്ത വഴികളെ മറക്കാൻ എനിക്കാകും പരലോകത്തിനു വേണ്ടി എന്ന് തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കണം. തീരുമാനിച്ചാൽ കഴിയുമെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഏതു തിന്മക്കാണോ നമ്മൾ അടിമപ്പെട്ടിട്ടുള്ളത്? എവിടെയാണോ യുവാക്കളെ ജീവിതത്തിന്റെ ആനന്ദം എവിടെയാണോ കെട്ടുപോയത്? ആ പ്രകാശത്തെ നമുക്ക് തിരിച്ചു പിടിക്കണം. ഈ റമദാൻ കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട്, ആരാധനകൾ കൊണ്ട്, പ്രാർത്ഥനകൾ കൊണ്ട്, ഇസ്തിഗ്ഫാർ കൊണ്ട്, രാത്രി നമസ്കാരത്തിന്റെ സുജൂദിലെ ദിക്റുകൾ കൊണ്ട്, പ്രാർത്ഥനകൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിന്റെ സന്തോഷത്തെ, മനസ്സിന്റെ പ്രകാശത്തെ, ആനന്ദത്തെ, ചിരിക്കാൻ മറന്നുപോയ നിമിഷങ്ങളെ നമുക്ക് തിരിച്ചു പിടിക്കാനാകണം. അതിന് ഖുർആനിനെ കയ്യിലേന്തി പ്രവാചക കൽപ്പനകൾക്കനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസിനികൾ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അവതീർണത കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മാസമാണ് റമദാൻ എന്ന് നമ്മൾ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസി എന്ന നിലക്ക് ഖുർആനിനോട് ബന്ധം സ്ഥാപിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ റമദാൻ. 10 നിലക്ക് ഖുർആനിനോട് നമുക്ക് ബാധ്യതകളുണ്ട്. ആ ബാധ്യതകളെല്ലാം ഈ റമദാനിൽ നമുക്ക് നിർവഹിക്കാനാകണം. ഒന്ന്, ഏറ്റവും പ്രധാനം അതിന്റെ പാരായണം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഹറഫിന് 10 കൂലി എന്ന് പറഞ്ഞതുകൊണ്ട് ഈ റമദാനിന്റെ ദിനരാത്രങ്ങൾ അവസാനിക്കുമ്പോൾ ചുരുങ്ങിയത് ഒരാവർത്തി ഖുർആനിലൂടെ ഞാൻ കടന്നുപോയി എന്ന് നമുക്ക് ആശ്വസിക്കാനാകണം. അത് അവസാനത്തെ ദിവസങ്ങൾ അങ്ങോട്ട് ഓടിച്ചു തീർക്കല്ല. ഇപ്പൊ ഖുർആൻ ഓതും ഓരോ സ്ഥലത്തും ശ്രദ്ധിച്ചോതിയിട്ടില്ലെങ്കിൽ അർത്ഥം മാറിപ്പോകും. അതുകൊണ്ട് ഒരു ഓട്ടപ്രദക്ഷിണമല്ലാതെ ശരിക്ക് ശ്രദ്ധിച്ച് ഖുർആൻ ഓതി ഒരാവർത്തിയെങ്കിലും നമുക്കത് പാരായണം ചെയ്ത് തീർക്കാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തത് പഠിക്കുക, മൂന്നാമത്തത് പഠിപ്പിക്കുക. ഇന്നത്തെ സുബഹിന്റെ ക്ലാസ്സിലും ആ ഹദീസ് നമ്മൾ കേൾക്കുകയുണ്ടായി, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഖുർആനിനെ പഠിക്കാൻ നമ്മൾ സമയം കാണണം. അപ്പൊ നമുക്ക് നമ്മുടെ കുട്ടികൾ, നമ്മുടെ സ്റ്റുഡൻസ് ഇന്ന് ഖുർആൻ വിജ്ഞാന പരീക്ഷ നടത്തുന്നു റമദാനിൽ. സൂറത്തു നംലും സൂറത്തുൽ ഖസസുമാണ് ഇത്തവണത്തെ അധ്യായം. എന്തിനാ സഹോദരങ്ങൾ ഒരു പരീക്ഷ എഴുതുന്ന ആയിരക്കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ എല്ലാവരും 1ാം സ്ഥാനം കിട്ടാനല്ലല്ലോ, മറിച്ച് 25 വർഷം എടുത്തിട്ടാണ് അമാനി മൗലവി റഹ്മത്തുള്ളാഹി തന്റെ തഫ്സീറിന്റെ രചന പൂർത്തിയാക്കിയത്. ഒരു റമദാൻ കഴിയുമ്പോൾ ഒരു 2 അധ്യായമെങ്കിലും അർത്ഥസഹിതം നമുക്കൊന്ന് വായിച്ചു പഠിക്കാൻ കഴിയണം. അതുകൊണ്ട് പഠിക്കുക, അതിനാണ് ആ പരീക്ഷയൊക്കെ സംഘടിപ്പിക്കുന്നത്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയത് പഠിക്കാനും പഠിപ്പിക്കാനും നമ്മൾക്ക് കഴിയണം. അത് ഖുർആനിനോടുള്ള ബാധ്യതയാണ്. നാലാമത്തത് വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുക എന്നതാണ്. ഈ റമദാൻ കഴിയുമ്പോൾ ഒരു സൂറത്തെങ്കിലും
ഞാൻ പഠിച്ചു. നമ്മുടെ മദ്രസയിലെ കുട്ടികളടക്കം അൽഹംദുലില്ലാഹ് അവർ തീരുമാനമെടുത്ത് ഈ റമദാനിൽ ഒരു സൂറത്ത് അവർ പഠിച്ചുകൊണ്ടിരിക്കുക. നമുക്കും അതിന് സാധിക്കണം. നമ്മുടെയൊക്കെ ഈ ഇവിടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുടെ എല്ലാവരുടെ കയ്യിലും അതിന് പറ്റുന്ന, അവർക്ക് സഹായകമാകുന്ന ഒരു ആക്ടിവിറ്റി അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ രക്ഷിതാക്കളും ഉണ്ടാകണം. അവർ പഠിക്കുന്നതോടൊപ്പം നമ്മളും പഠിച്ച് ഒരു സൂറത്തെങ്കിലും ഈ റമദാനിൽ ഞാൻ ഹിഫ്ളാക്കുമെന്ന് നമ്മൾ തീരുമാനിക്കുക. അഞ്ചാമത്തെ കാര്യം, ഖുർആനിനോട് ആദരവ് കാണിക്കണം. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ മഹത്വം ഉൾക്കൊണ്ട് അതിനോട് ആദരവ് കാണിക്കാൻ നമുക്ക് സാധിക്കണം. ആറാമത്തെ കാര്യം, ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടക്കം സ്വഹാബത്തിനോട് ഖുർആൻ ഇങ്ങോട്ട് ഓതിത്തരാൻ പറഞ്ഞിട്ടുണ്ട്. അതും ഇന്ന് രാവിലെ നമ്മുടെ ക്ലാസ്സിൽ കേട്ട വിഷയമാണ്. ഖുർആൻ പാരായണം കേൾക്കണം. പലപ്പോഴും നമുക്ക് സംഭവിക്കുക, ഖുർആൻ അവിടെ ഓണാക്കി വെക്കും, നമ്മൾ നമ്മളുടെ ജോലികളിലും തിരക്കിലും സംസാരത്തിലുമാകും. അങ്ങനെയല്ല, ശ്രദ്ധിച്ചു കേൾക്കണം. ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ ശ്രദ്ധിച്ച് കേൾക്കുകയും നിശബ്ദനായിരിക്കുകയും വേണമെന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യം. ഏഴാമത്തെ കാര്യം, ഖുർആനിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അഫല യതദബ്ബറൂനൽ ഖുർആന എന്ന് ചോദിച്ചില്ലേ? ഈ ഗ്രന്ഥം, അതിന്റെ അത്ഭുതങ്ങൾ, അത് പഠിപ്പിച്ച അധ്യാപനങ്ങൾ, അതിനെ ചിന്തിച്ചു മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. എട്ടാമത്തെ കാര്യം, ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും മനഃപ്പാഠമാക്കുകയും ചെയ്താൽ മാത്രം പോരാ, ആ ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം. സ്വഹാബത്ത് പറയുന്നുണ്ട്, 10 ആയത്ത് ഞങ്ങൾ പഠിച്ചാൽ ആ പഠിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടേ അടുത്ത 10 ഞങ്ങൾ പഠിക്കുള്ളൂ. എത്ര ആയത്തിന്റെ അർത്ഥം ക്യോച്ചലസിലും അല്ലാതെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം. 9ാമത്തെ കാര്യം, ഖുർആൻ കൽപ്പിച്ച മതനിയമങ്ങളോട് വെറുപ്പില്ലാതിരിക്കാൻ, ഖുർആൻ പറഞ്ഞൊരു കാര്യത്തെ വെറുപ്പില്ലാതെ ഉൾക്കൊള്ളാൻ സാധിക്കുക എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അല്ലാഹു റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ ഖുർആനും സുന്നത്തും അത് അറിയിച്ചു കഴിഞ്ഞാൽ വിശ്വാസിക്കാകട്ടെ വിശ്വാസിനിക്കാകട്ടെ അവരുടെ വിഷയത്തിൽ പിന്നെ ഒരു സ്വതന്ത്ര തീരുമാനം ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചത്. 10ാമത്തെ കാര്യം, നാം പാരായണം ചെയ്ത, നാം പഠിച്ച, നാം മനഃപ്പാഠമാക്കിയ, നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരിക്കുന്ന ആ ഖുർആനിന്റെ ആശയങ്ങൾ പ്രബോധനം ചെയ്യാനും ആളുകളിൽ എത്തിച്ചു കൊടുക്കാനും അതിന്റെ നന്മകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ ഈ 10 ബാധ്യതയും നിർവഹിച്ച് വിജയിക്കാൻ നമ്മൾ ശ്രമിക്കുക. സഹോദരങ്ങളെ, തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുക. പരലോകത്ത് ആ തിന്മകൾ നമ്മെ പ്രയാസപ്പെടുത്തും. അതുകൊണ്ട് അതിനോട് വിട പറയാൻ ഈ പുണ്യദിനങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ദ്വിഭാഷിയില്ലാതെ അഥവാ ട്രാൻസ്ലേഷൻ ചെയ്യാൻ ഒരാൾ ആവശ്യമില്ലാത്ത വിധം നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ഒരു സമയമുണ്ടാകും. വലതുഭാഗത്തും ഇടതുഭാഗത്തും ചെയ്തു വെച്ച കർമ്മങ്ങളും മുന്നിൽ ആളിക്കത്തുന്ന നരകവും മാത്രം കാണുന്ന ഒരു നിമിഷം ജീവിതത്തിൽ വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുക. അവിടെ രക്ഷപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ച ഒരു കാര്യമാണ് സ്വതക്ക. നിങ്ങൾ ഒരു കാരക്കച്ചീളുകൊണ്ടെങ്കിലും ഒരു ഈത്തപ്പഴം ഒന്നിച്ചു കൊടുക്കാനില്ലെങ്കിൽ പകുതി കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ ആ നരകത്തെ കാത്തുകൊള്ളണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്താൻ. അൽഹംദുലില്ലാഹ്, ഓർമ്മപ്പെടുത്താതെ തന്നെ റമദാൻ വന്നപ്പോൾ ധാരാളം സ്വതക്കകളിൽ നമ്മൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരിക്കലും നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തതാണ് നമ്മളുടെ ഈ സ്ഥാപനങ്ങൾ, നമ്മളുടെ പള്ളി, നമ്മളുടെ മദ്രസ, നമ്മുടെ ദാറുൽ ഖുർആൻ ഹിഫ്ള് സ്ഥാപനം, നമ്മുടെ സ്കൂൾ ഓഫ് ഖുർആൻ, ചെറിയ കുട്ടികൾ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഈ 4 സ്ഥാപനങ്ങളും നമ്മളല്ലാതെ മറ്റൊരാളും അല്ലാഹുവിന്റെ തൗഫീഖിനാൽ ഇതിന്റെ കാര്യങ്ങൾ ചെയ്യാനില്ല എന്ന തിരിച്ചറിവോടുകൂടി സഹോദരങ്ങളെ, ചെയ്ത തിന്മകൾ പരലോകത്ത് പ്രയാസപ്പെടുത്താതിരിക്കാൻ അല്ലാഹു പഠിപ്പിച്ചൊരു മാർഗമാണ് എന്നുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും ഇനിയുള്ള ദിവസങ്ങളിൽ അതിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കണം. ഇൻഷാ അല്ലാഹ് ഇന്നു തന്നെ അതിന് നമുക്ക് നല്ലൊരു തുടക്കം ഉണ്ടാകണം. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ 10ഓ 20ഓ പുരുഷന്മാർ നൽകുന്നതിനേക്കാൾ നൽകാൻ ഒരു പെണ്ണിനെ കൊണ്ട് സാധിക്കും. നമുക്ക് മറ്റൊരു ഉപകാരവും അലങ്കാരമായി കൊണ്ടു നടക്കുക എന്നതിന്റെ അപ്പുറം മറ്റൊരു ഉപകാരവും ഇല്ലാതെ നമ്മൾ സൂക്ഷിച്ചു വെച്ച നമ്മളുടെ പല ആഭരണങ്ങളും നമ്മളുടെ സമ്പത്തുമൊക്കെ പരലോകത്തൊരു നരകരക്ഷയ്ക്ക് വേണ്ടി, സ്വർഗപ്രവേശനത്തിന് വേണ്ടി നൽകാനാകുമെങ്കിൽ ചെയ്തത് 2 വളവാണെങ്കിലും കാണുന്ന പരലോകത്ത്
നരകത്തിൽ നിന്ന് അകലാൻ നമ്മെ അത് സഹായിക്കുമെങ്കിൽ അത്തരം കാര്യങ്ങളിൽ കൂടി നമ്മുടെ ശ്രദ്ധയുണ്ടാവുക. പടച്ചറബ് എല്ലാ നന്മകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. ഈ വിശുദ്ധ റമദാനിന്റെ രാപ്പകലുകൾ പരലോകത്ത് അനുകൂലമായി സാക്ഷി പറയുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു റമദാൻ കിട്ടിയിട്ടും അള്ളാഹുവിന്റെ കാരുണ്യങ്ങളിൽ നിന്ന് അകറ്റപ്പെടുന്ന രൂപത്തിൽ പാപികളായി തന്നെ റമദാനിനെ അവസാനിപ്പിച്ചു പോകുന്ന ഹതഭാഗ്യരിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആനിന്റെ കൽപ്പനകൾ ഉൾക്കൊണ്ട് അതിന്റെ വഴിയെ ജീവിക്കുന്ന വിജയത്തിലെത്തുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അടുത്ത ദിവസങ്ങളിലും അതിനു മുൻപുമൊക്കെയായി നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർ അള്ളാഹു എല്ലാവരുടെയും ഖബറിടത്തിന് വിശാലത നൽകുമാറാകട്ടെ. മഗ്ഫിറത്തും മർഹമത്തും നൽകി റബ്ബ് അവരെ ആദരിക്കുമാറാകട്ടെ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ അള്ളാഹു നമ്മെ തിരിച്ചു വിളിക്കുകയാണെങ്കിലും യഥാർത്ഥ വിശ്വാസികളായി ലോകത്തോട് വിട ചോദിക്കാൻ പടച്ചറബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ജീവിക്കുന്ന ഈ നാടിന്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും ഇവിടെ നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അതിനെ തകർക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. ഈ റമദാനിന്റെ രാപ്പകലുകളിൽ പോലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഅക അഅദാഅദ്ദീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വസ്സലാമു അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.